അത് പണ്ടും ഞാൻ പറഞ്ഞൊരു കാര്യമാണ്. NCP എന്ന് പറയുന്നത് ഒരു കെട്ടുവള്ളത്തെ പോലും ആളില്ലാത്ത ഒരു പാർട്ടി. അത് പ്രത്യേകിച്ച് കുട്ടനാട്, അവിടെ ഒരു കുട്ടനാട് ഇടതുപക്ഷത്തിന് ഏറെ സ്വാധീനമുള്ള ഒരു സീറ്റ്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ നേരത്തെ ഒരാൾക്ക് കൊടുക്കരുത്. അദ്ദേഹം ആ കാലത്ത് മരിച്ചുപോയി. മരിച്ച ഉടനെ അദ്ദേഹത്തിൻ്റെ കണക്കെഴുത്തുകാരനും പൊട്ടിയതായിട്ട് നടക്കുന്ന ഒരാളിനെ പറ്റി അടുത്ത ദിവസം ആ സ്ഥാനം കിട്ടിയത് കൊടുത്താൽ പോട്ടെ, പിന്നെ മന്ത്രിയാകാൻ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ആ മനുഷ്യന് ഒരു മന്ത്രിസഭയിൽ ഇരിക്കാനോ ഒരു MLA ആയിട്ടിരുന്നിട്ടുണ്ട് വർത്തമാനം പോലും പറയാൻ കഴിവില്ലാത്ത ഒരു മനുഷ്യൻ. അദ്ദേഹത്തിന് മോഹം എവിടെ കൊണ്ടെത്തുന്നത്? ജനാധിപത്യത്തിൽ ഇത്രയും വലിയ ഒരു അപകടം വരാണ്. നീ ഒന്ന് ആലോചിച്ച് 1.5 കൊല്ലമേ കഷ്ടിച്ചുള്ള ഈ കാലാവധി ഈ മന്ത്രിസഭയ്ക്ക്. ഈ മന്ത്രിസഭ ആദ്യത്തെ ടേമിനേക്കാൾ ഇമേജ് അല്പം കുറവാണെന്ന് എല്ലാവർക്കും അറിയാം. ഇതിനവിടെ കയറ്റിയാൽ ഇതിനൊരു പ്രവർത്തന പരിചയമൊന്നുമില്ല. ഇന്ന് ശശീന്ദ്രൻ വകുപ്പ് കൊണ്ട് നടപ്പുണ്ട്. ആളെ മാറ്റിയിട്ട് ഇദ്ദേഹത്തിന് വെച്ചാൽ ഈ 1.5 കൊല്ലത്തിനുള്ളിൽ എന്ത് ചെയ്യാറുണ്ട്? പുള്ളി പഠിച്ചു വരുമ്പോഴത്തേക്ക് സംഗതി മയ്യത്താകും. എന്ത് ഭിന്നതയാണ്? ഈ നായാടി തൊട്ട് നമ്പൂതിരിയല്ല, അത് മാറി. നായാടി തൊട്ട് നസ്രാണി വരെ ഇവിടുത്തെ ഐക്യതാണ്. അങ്ങനെ ചിന്തിക്കാനുള്ള ഒരവസ്ഥയിലേക്ക് കേരള രാഷ്ട്രീയം കൊണ്ട് എത്തിച്ചു. നായാടി തൊട്ട് നസ്രാണി വരുടെ കൂട്ടായ്മ വേണമെന്നാണ് ഞങ്ങൾ മൈസൂരിൽ കൂടി യോഗം തീരുമാനിച്ചത്. നസ്രാണീനെ ഒഴിവാക്കിയിട്ട് കാര്യമില്ല, അവരും കൂടെ വേണം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം അവർ സാമാന്യം നല്ല ശതമാനമുള്ളവരാണ്. അവർക്ക് ഒരുപാട് ആവശ്യകതകളും പ്രയാസങ്ങളും ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നു. അവരുടെ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള പരിഗണിക്കാനോ പരിരക്ഷിക്കാനോ ആളില്ലാത്ത ഈ അവസ്ഥ വന്നപ്പോൾ ആ തുല്യദുഃഖരായ അവരെ കൂടെ കൂട്ടിച്ചേർത്ത് കൊണ്ടുപോകേണ്ടത് ഈ രാജ്യത്തിൻ്റെ ഭദ്രതയ്ക്ക് അനിവാര്യമാണെന്നുള്ള ചിന്തയോടുകൊണ്ട് നായാട് തൊട്ട് നസ്രാണി വരെ എന്നാണ്. അത് ശിവന് മഠത്തിലെ ഇന്നത്തെ പ്രസിഡന്റ് സ്വാമി ഒരു അഭിപ്രായം പറഞ്ഞു. അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഒരു അഭിപ്രായം പറഞ്ഞു. ഓരോരുത്തർക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടല്ല. ആ അഭിപ്രായത്തിൽ എതിരായി സുകുമാരൻ നായർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം പറഞ്ഞു. അതിന് മറുപടി ആയിട്ട് ശിവരത്തിൻ്റെ മഠത്തിലെ സന്യാസി സേട്ടൻ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവരങ്ങോട്ടും പറഞ്ഞ് അദ്ദേഹം ഇങ്ങോട്ടും മറുപടി പറഞ്ഞു. അതുകൊണ്ട് ആ കാര്യം ക്ലോസ്. SNDPക്ക് ഒന്നും തോന്നിട്ടില്ല. മണക്കാരെന്ന് പറഞ്ഞ് അതിന് മറുപടി അതിൻ്റെ സുകുമാരൻ നായർ പറഞ്ഞു. അതിന് മറുപടി മഠവും പറഞ്ഞ്. SNDPയെ സംബന്ധിച്ചിടത്തോളം അതൊരു പ്രശ്നമില്ല, അതിനകത്തൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് SNDPയും തീരുമാനം എടുത്തിട്ടുള്ളത് ഒരു പുത്തൻ വാർത്തയല്ല, അത് ഞങ്ങളുടെ അമ്പലങ്ങളിലാണ്. എനിക്ക് അത് ഈ സനാതനം ഞാൻ അത്രയും പഠിച്ചിട്ടുണ്ടോ? ഞാൻ പണ്ഡിതനല്ല, അതുകൊണ്ട് ആവശ്യമില്ലാത്ത ചോദ്യം എന്നോട് ചോദിക്കുന്നുണ്ട്. സനാതനം എന്ന് പറഞ്ഞാൽ അങ്ങാടി വരുന്ന പച്ച വരുന്നതാണെന്ന് അറിയാൻ പാടില്ലാത്ത എന്നോട് അതിനെപ്പറ്റി വലിയ ഗഹനമായ പാണ്ഡിത്യമുള്ള ആളുകളുമായിട്ട് ചർച്ച ചെയ്യും. ഈ പാവം പിടിച്ച ഒരു സമുദായത്തിൻ്റെ നേതാവിനോട് ചോദിച്ചിട്ട് ഒരു കാര്യമില്ല, അത് പണ്ഡിതന്മാരുമായിട്ട് ചർച്ച ചെയ്യും. അത് എനിക്കറിയില്ല. ഏതായാലും 11 കൊല്ലം പുറത്ത് നിർത്തി ഇപ്പോൾ അദ്ദേഹത്തെ വിളിച്ച് അകത്ത് കസേരയിരുത്തി. മാത്രമല്ല NSSൻ്റെ പുത്രനാണെന്നല്ലേ പറഞ്ഞത്, കടന്നുപോയെന്ന് എനിക്ക് തോന്നിപ്പോയി. NSSൻ്റെ പുത്രനായി കഴിഞ്ഞാൽ പിന്നെ രാഷ്ട്രീയത്തിൽ കയറിയത് അങ്ങനെ NSSൻ്റെ പുത്രനായിട്ടല്ലേ പ്രവർത്തിക്കുള്ളൂ. അച്ഛന് വേണ്ടിയല്ലേ മകൻ പ്രവർത്തിക്കുള്ളൂ. ചോറ് കടന്നുപോയെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം? അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോലീപ് നൽകുമ്പോൾ. ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ പേപ്പർ വർക്ക്, ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ്. ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം, സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം. യൂറോലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി, കണ്ണൂർ, തൃശൂർ ആൻഡ് കൊല്ലം.